9,000-ലേറെ ബസ്സുകളാണ് ഹാജിമാരെ അറഫയിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചത്. സൗദിയുടെ ഹജ്ജ് പ്ലാനിംഗിന്റെ വിജയം ഇത്തവണയും ഈ ഓപ്പറേഷനിൽ കണ്ടു. മെട്രോ ട്രെയിനുകളും ബസ്സുകളും ഒന്നിച്ച് നീങ്ങിയതോടെയാണ് 17 ലക്ഷത്തിലേറെ പേർ അറഫയിൽ സംഗമിച്ചത്. ഹജ്ജിനായി ഹാജിമാർ താമസിക്കുന്ന മിനാ നഗരി. അവിടെ നിന്നാണ് ഹജ്ജിന്റെ ആത്മാവായ അറഫയുടെ ഭാഗമാകാൻ പോകുന്നത്. അതിനായി ഒരുക്കിയതാണ് 30,000-ലേറെ വരുന്ന ഈ ബസ്സുകൾ. ആയിരക്കണക്കിന് ബസ്സുകൾ അറഫയെ ലക്ഷ്യമാക്കി റോഡുകളിൽ നിറഞ്ഞു. വഴിനീളെ സുരക്ഷയൊരുക്കി സൈനിക സംഘങ്ങൾ. പുലർച്ചെ മുതൽ അണമുറിയാത്ത നദി കണക്കെ ബസ്സുകൾ അറഫയിലേക്ക്. മിനായിൽ നിന്നും അറഫയിലേക്ക് പോകുന്നതിനിടെ 4 ചെക്ക് പോയിന്റുകൾ. രേഖകളും ഹാജിമാരെയും ഞൊടിയിടയിൽ പരിശോധിക്കും, പിന്നെ കടത്തിവിടും. ആയിരക്കണക്കിന് ബസ്സുകൾ ഒന്നിച്ചൊഴുകിയതോടെ അറഫ മൈതാനം വെള്ളക്കടലായി. മശായിർ മെട്രോയിൽ 2 ലക്ഷം തീർത്ഥാടകരെ അറഫയിലെത്തിച്ചു. ഉച്ചയോടെ മുഴുവൻ ഹാജിമാരും അറഫയുടെ മണ്ണിലെത്തി. ഹജ്ജിൽ പുണ്യകേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്ക് ഏറ്റവും മികച്ച ബസ് മാത്രമേ സൗദി ഉപയോഗിക്കാറുള്ളൂ. ഇന്ത്യയിൽ നിന്നുള്ള പകുതി പേരും ബസ്സിലാണ് ഇത്തവണ യാത്ര ചെയ്തത്. സാബിത് സലീം, മീഡിയ 1, അറഫ.